ഒരു കഥ പറഞ്ഞു തുടങ്ങാം. ഒരു യുവാവ് തൻ്റെ പ്രശ്നങ്ങൾക്കെല്ലാം മറ്റുള്ളവരെ പഴിചാരി അങ്ങനെ ജീവിക്കുകയായിരുന്നു. അങ്ങനെ ഇരിക്കെയാണ് അദ്ദേഹത്തിന് ഒരു ജ്ഞാനിയെ ശ്രദ്ധയിൽപ്പെട്ടത്. ആ ജ്ഞാനി അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങളുടെ പ്രശ്നങ്ങൾക്കെല്ലാം കാരണം നിങ്ങൾ ഈ കണ്ണാടിയിൽ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അങ്ങനെ ആ യുവാവ് കണ്ണാടിയിൽ നോക്കിയപ്പോൾ അദ്ദേഹത്തിൻ്റെ ചിത്രമാണ്, പ്രതിബിംബമാണ് കണ്ണാടിയിൽ തെളിഞ്ഞത്. അതിലൂടെ അദ്ദേഹത്തിന് മനസ്സിലായി, എൻ്റെ പ്രശ്നങ്ങൾക്ക് കാരണം ഞാൻ തന്നെയാണ്. നമ്മളൊക്കെ പലപ്പോഴും നമ്മുടെ പ്രശ്നങ്ങൾക്ക് മറ്റുള്ളവരെ കുറ്റം പറഞ്ഞ് പഴിചാരി രക്ഷപ്പെടാൻ ശ്രമിക്കാറുണ്ട്. അങ്ങനെയാവുമ്പോൾ ഒരിക്കലും നമുക്ക് വിജയം കൈവരിക്കാൻ സാധിക്കുകയില്ല. പരിശുദ്ധ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഒരു വാചകമുണ്ട്, ഹാസിബു കബ്ല അൻ തുഹാസബു. നിങ്ങൾ വിചാരണ ചെയ്യപ്പെടുന്നതിൻ്റെ മുമ്പ് സ്വന്തം വിചാരണ ചെയ്യുക. നമ്മൾ നമ്മുടെ തെറ്റുകൾ അംഗീകരിച്ച് അത് തിരുത്തി മുന്നോട്ട് പോകുമ്പോഴാണ് നമുക്ക് വിജയമുണ്ടാവുക. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, കുല്ലുബിന് ആദമ ഖത്താവുൻ വഹൈറുൽ അത്തായിന അത്തവാബുൻ. അതായത് മനുഷ്യരെല്ലാവരും അവർക്ക് വീഴ്ചകൾ സംഭവിക്കും. അതിൽ ഏറ്റവും മികച്ച ആളുകൾ, വിജയിക്കുന്ന ആളുകൾ ആ തെറ്റുകൾ തിരിച്ചറിഞ്ഞ് അംഗീകരിച്ച് തൗബ ചെയ്യാൻ തയ്യാറാകുന്നവരാണ് ഏറ്റവും വിജയിച്ചവർ, ഹൈറായവർ എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത്. അതുകൊണ്ട് നമ്മൾ നമ്മുടെ വീഴ്ചകളെ മനസ്സിലാക്കി തിരിച്ചറിയണം. പരിശുദ്ധ ഖുർആനിലെ റഅദ് സൂറത്തിൽ ഒരു ആയത്തുണ്ട്, ലാ യുഅയ്യിറുല്ലാഹു മാ ബി ഖൗമിൻ ഹത്താ യുഅയ്യിറു മാ ബി അൻഫുസികും. അള്ളാഹു ഒരു സമൂഹത്തെയും മാറ്റുകയില്ല, അവർ സ്വയം മാറാൻ തയ്യാറാവാതെ ഒരു സമൂഹത്തെയും മാറ്റുകയില്ല. അതുകൊണ്ട് മാറ്റം നമ്മളിൽ നിന്നാണ് നമ്മൾ കൊണ്ടുവരേണ്ടത്. നമ്മൾ സ്വാഭാവികമാണ്, മനുഷ്യ ജീവിതത്തിൽ പോരായ്മകൾ ഉണ്ടാവും. ആ പോരായ്മകൾക്ക് മറ്റുള്ളവരെ ബ്ലെയിം ചെയ്യാതെ, മറ്റുള്ളവരെ കുറ്റപ്പെടുത്താതെ നമ്മൾ അത് തിരിച്ചറിഞ്ഞ് അംഗീകരിച്ച് തെറ്റെൻ്റെതാണ് എന്ന് അംഗീകരിച്ച് തിരുത്താൻ തയ്യാറാവണം. ഒരു പ്രശ്നം നമുക്കുണ്ടായാൽ നമ്മൾ 3 കാര്യങ്ങളാണ് പ്രധാനമായിട്ട് നോക്കേണ്ടത്. ഒന്ന്, ഈ പ്രശ്നത്തിൽ എൻ്റെ പങ്ക് എന്താണ്? ഈ പ്രശ്നം സംഭവിക്കാൻ കാരണം എൻ്റെ കാരണങ്ങൾ എന്താണ്? രണ്ടാമതായിട്ട് നോക്കേണ്ടത്, ഞാൻ എങ്ങനെയാണ് ഈ പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്തുക? ഈ തെറ്റ് എങ്ങനെയാണ് ഞാൻ തിരുത്തുക? മൂന്നാമതായിട്ട്, അടുത്തൊരവസരത്തിൽ എങ്ങനെ ഈ പ്രശ്നം വരാതെ, നിലവിൽ പ്രശ്നം വന്നല്ലോ, ഇനി ഒരു അടുത്തൊരു അവസരത്തിൽ ഇതുപോലുള്ള പ്രശ്നങ്ങൾ വരാതെ എങ്ങനെ മുന്നോട്ട് പോവാം? ഈ 3 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാനും വിജയം കൈവരിക്കാനും സാധിക്കും. തെറ്റ് അംഗീകരിക്കുക, തിരുത്താൻ തയ്യാറാവുക എന്നുള്ളതാണ് ഏറ്റവും നല്ല ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയുടെ മനോഭാവത്തിൻ്റെ ഭാഗം. അതുകൊണ്ട് കുറ്റം കണ്ടെത്തുന്നത് എളുപ്പമാണ്, പക്ഷേ സ്വയം തിരുത്തുന്നതാണ് മഹത്വം എന്ന ആത്മവാക്യം ഇവിടെ വളരെ പ്രസക്തമാണ്.